ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു പഴയ മോഡൽ ഫോർഡ് മസ്റ്റാങ്ങായിട്ട് ഉണ്ടാക്കിയെടുത്തേ കേട്ടോ. ഇത് നമ്മൾ പേപ്പർ പിന്നെ കാർബോണിട്ട് ഉണ്ടാക്കിയെടുത്തേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാണ്ട പേപ്പർ നമ്മൾ വണ്ടിയുടെ സൈഡ് പോകാൻ ഇങ്ങനെ വരച്ചത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനത്തെ രണ്ടെണ്ണം വേണം കേട്ടോ, അപ്പുറത്ത് ഇപ്പുറത്തായിട്ട്. ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. അടിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക. അടി ഇങ്ങനത്തെ നീളത്തിലുള്ളൊരു പീസ് എടുക്കുക. അതിനകത്ത് നമ്മളിത് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്താണ് കേട്ടോ. ഈ വരച്ചെടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ മുറിച്ച വണ്ടിയുടെ സൈഡ് ഭാഗമില്ല, സൈഡ് ഭാഗത്തിൻ്റെ ബോണറ്റാണ് ഈ ഫ്രണ്ടിൽ വരച്ചാണ്. പിന്നെ ഗ്ലാസ്, പിന്നെ മോൾ ഭാഗം, പിന്നെ ബാക്കിലത്തെ ഇതും, പിന്നെ ബാക്കിലത്തെ ഈ സംഭവം നമ്മൾ അതിൻ്റെ അളവിലായിട്ട് വരച്ചെടുത്തന്നെ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടാ, ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാണ്ട് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആ ലൈനും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മടക്കി കൊടുക്കാം. ഇതുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിപ്പോൾ മടക്കി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇപ്പോൾ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അതിനിട്ട് ആ മടക്കി എടുത്ത സാധനം നമ്മൾ നേരെ വണ്ടിയുടെ സൈഡ് ഭാഗം നേരത്തെ ഉണ്ടാക്കിയില്ല, അതുമ്മേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. വേണ്ട ഇങ്ങനെ എന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് അപ്പുറത്തും വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുതന്നെ നമ്മൾ വണ്ടിയുടെ ഗ്രില്ലിന് ഹെഡ്ലൈറ്റൊക്കെ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ വരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇവിടെ കയറ്റി കൊടുക്കാം. വേണ്ട ഇങ്ങനെ ഒന്ന് കയറ്റി ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആയിട്ട് നമ്മൾ ഒരു 2-3 പേപ്പർ ഒരുമിച്ച് എടുത്തിട്ട് അത് നീളത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് അത് നമ്മൾ നേരെ ഈ വണ്ടിയുടെ അതായത് ഇവിടെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ആ ഗ്രില്ലിൻ്റെ അടിയിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ അതുകഴിഞ്ഞിട്ട് വേറൊരു ഇങ്ങനത്തെ ഒരു നീളത്തോളം പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ബോണറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ സ്ക്വയറിൽ 2-3 ഒരുമിച്ച് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അവിടെ ഫ്രണ്ടിൽ വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മിറർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മിറർ നമ്മൾ വണ്ടിയുടെ സൈഡിൽ ഒട്ടിച്ചെടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. അതിന് നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഇതൊക്കെ നമ്മൾ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഈ ലൈറ്റും ബാക്കിലത്തെ ലൈറ്റൊക്കെ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഫ്രണ്ട്സ്. അതായിട്ട് നമ്മൾ നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഇതിങ്ങനെ ഇടുക. എന്നിട്ട് അതൊന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ കുഴിഞ്ഞു വലിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു കുഴി പോലെ ഉള്ളിലിരിക്കണം. കുറച്ച് ഭാഗം മുകളിലേക്ക് തള്ളിയിരിക്കണം. വേണ്ട ഇങ്ങനെ അങ്ങനത്തെ ഒരു 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടയർ. എന്നിട്ട് നമ്മൾ 2 ടൂത്ത് പിക്ക് എടുത്തിട്ട് 2 ടയർ ടൂത്ത് പിക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസിൽ നമ്മൾ 2 പേപ്പറിൻ്റെ റോളുകൾ ഇങ്ങനെ മടക്കിയിട്ട് ഇപ്പുറത്ത് ചൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടൂത്ത് പിക്ക് ആയിട്ട് നമ്മൾ ടയർ എടുത്ത് ഇവിടെ വെച്ചിട്ട് അപ്പുറത്തെ ടയർ അപ്പുറത്ത് ചൊട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ അതുകൊണ്ട് ഈ ഭാഗത്ത് അവിടെ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങണം കേട്ടോ. അതായത് നമ്മൾ നേരത്തെ എടുത്ത വണ്ടിയുടെ ബോഡി എടുത്ത് നേരെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അതിങ്ങനെ ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ റെഡും ബ്ലാക്കും അടിച്ചെടുത്താണ്. ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തമായിട്ട് കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് വേറെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കട്ടെ അത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സാധനം നമ്മുടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.